പാത്രങ്ങളാക്കി അവിടെ ഞങ്ങൾ എങ്ങനെയാണമേ ഞങ്ങളെ അവിടെ പണിയണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. പൂർണ്ണമായി ഏൽപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ. ഇന്നയോളം ഞങ്ങളെ നടത്തിയല്ല കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പരിപാലിച്ചു. ഞങ്ങൾ ഭവനത്തിലായിരുന്നപ്പോൾ, യാത്രയിലായിരുന്നപ്പോൾ എല്ലാ സ്ഥാനത്തും തിരുസ്ഥാനത്ത് ഞങ്ങളോട് കൂടെ ഇരുന്നു. അവിടുത്തെ അദൃശ്യമായ കരം ഞങ്ങളെ കാവൽ ചെയ്തു. അവിടുത്തെ ചെറിയ മുറകളും ഞങ്ങളെ മറച്ചു. അവിടുത്തെ ഞങ്ങളെ കണ്ണിന്റെ കഷ്ണമണി പോലെ ഞങ്ങളെ കാത്തു പരിപാലിച്ചു കർത്താവേ. നന്ദി യേശുവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. അവിടുത്തെ കൃപയെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയം. ഞങ്ങൾക്ക് കർത്താവേ പുകഴുവാൻ ഒന്നുമില്ലല്ലോ കർത്താവേ. അവിടുത്തെ കൃപയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ നിൽപ്പാൻ സാധ്യമല്ലല്ലോ കർത്താവേ. മുറ്റു മുഴുവനായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രോഗികളുണ്ട് കർത്താവേ, ആവശ്യഭാരങ്ങൾ കർത്താവേ, മുട്ടിപ്പോയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ രോഗികളെ അവിടുന്ന് സൗഖ്യമാക്കണം പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആണിപ്പഴുതേറ്റ കരം, അവിടുത്തെ കാൽവരെ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ കരം കർത്താവേ, അത് ആണിപ്പഴുതേറ്റ കരം തൊട്ട് കർത്താവേ രോഗികൾക്ക് ഇപ്പോൾ തന്നെ അവിടുന്ന് സൗഖ്യമായിക്കാണ് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം കർത്താവേ. ആവശ്യഭാരങ്ങളാൽ കടഭാരങ്ങൾ ബന്ധപ്പെടുന്നവരവർക്ക് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആശ്വാസം കൊടുക്കണം കർത്താവേ. അവർക്ക് വഴികളെ തുറന്നു കൊടുക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതാ ഓരോ വ്യക്തികളായ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെല്ലാം തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ എന്തെന്നറിയുന്നില്ല, എന്നാൽ എല്ലാ ആവശ്യങ്ങളും തിരുവേണ്ടി അവിടെ നിറയുന്ന നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിന് തക്ക സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവം ഉയരങ്ങളിൽ വസിക്കുന്ന നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുത്തെ കൃപയെല്ലാം ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദിവസം കർത്താവേ ഞങ്ങൾ കർത്താവേ അതേ അങ്ങേ സത്യത്തിൽ ആത്മാവ് ആരാധിപ്പാൻ കൊണം പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ പരിശുദ്ധമാവ സാന്നിധ്യം ഞങ്ങളെ നിറയ്ക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന ഇവിടെ ഉയരുവാൻ കൊണം ആ സ്വർഗം പ്രസാദിപ്പാൻ കൊണം അവിടെ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവേ. മുഴുവനായി ഏൽപ്പിക്കുന്ന കർത്താവേ, പരിശുദ്ധാത്മാവിനെ നിയന്ത്രിച്ചോളം പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്തോത്രം യേശുവേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു യൂത്ത് വർഷിപ്പ് നടത്തുവാൻ കൊണം അവിടുന്ന് സഹായിച്ചു കർത്താവേ. അത് ഞങ്ങളുടെ പൈതങ്ങൾ ആഗ്രഹങ്ങൾക്ക് കൂടി കർത്താവേ അങ്ങേക്ക് പുകഴ്ച ഉയരുവാൻ കൊണം അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. നന്ദി നന്ദി യേശുവേ. സ്തോത്രം വിശേഷ കർത്താവേ. ഞങ്ങളുടെ പൈതങ്ങൾ പരീക്ഷയെല്ലാം എഴുതിയിരിക്കുന്ന കർത്താവേ അവർ ആഗ്രഹിക്കുന്ന ഉപരിയായ ഒരു നല്ലൊരു റിസൾട്ട് കൊടുപ്പാൻ ലഭിപ്പാൻ കൊണം അവിടുന്ന് സഹായിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ. പൈതങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ തക്കവണ്ണം അവർ കൂടുതൽ പ്രത്യാശയോടെ കർത്താവെ ജീവിപ്പാൻ തക്കവണ്ണം അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. അവരുടെ കർത്താവ് എല്ലാ മേഖലകളെയും തുറന്നുള്ള ഭാവി കാര്യങ്ങളെല്ലാം തൃക്കരങ്ങളിലേക്ക് നിങ്ങൾ ഫലമേൽപ്പിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ പൈതങ്ങൾ കർത്താവെ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവെ അവർ ജീവിത ഉയരങ്ങളിലേക്ക് എത്തപ്പെടുവാൻ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. ഞങ്ങളുടെ ഓൺലൈനായി സംബന്ധിക്കുക എല്ലാവരും തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും അനുഗ്രഹപ്രദമായി ഇരുപ്പാൻ തക്കവണ്ണം രോഗികൾക്ക് സൗഖ്യം ലഭിപ്പാൻ തക്കവണ്ണം അത്ഭുതകരമായ ഒരു വിടുതൽ ലഭിപ്പാൻ തക്കവണ്ണം ഏവരെയും സഹായിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കർത്തദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് അവരെ ഏൽപ്പിക്കുന്ന കർത്താവെ. അത് ഇന്ന് ചെയ്യുന്ന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായി ഇരുപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് ദൈവിക മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം അവരുടെ അധരങ്ങളെയും ശരീരങ്ങളെയും ബലപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഷായി പാസ്റ്ററെ കുടുംബമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ സാംബാസ്റ്ററെ കുടുംബമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. നിന്റെ ദാസന്മാരെ അവിടെ അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ. തിരുനാമത്തിന് വേണ്ടി കൂടുതൽ ശോഭിപ്പാൻ കൊണ്ടും നിന്റെ ദാസന്മാരെ അവിടെ സഹായിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ മുൻപാകെ വയ്ക്കപ്പെട്ട തിരുമേശയ്ക്കായി സ്തോത്രം കർത്താവെ. ഇതിനെ വാഴ്ത്തി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ഇതിലേക്ക് കൈകൾ നീട്ടുവാൻ കൊള്ളും. ഞങ്ങൾ കടന്നു വന്ന ജനത്തിനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, അവരെ ശക്തീകരിക്കണമേ. അവർക്ക് അതിലേക്ക് കൈ നീട്ടുവാൻ കൊള്ളും. അതിനുള്ള പ്രാഗൽഭ്യം അവരുടെ ശരീരത്തിനും മനസ്സിനും ആദരങ്ങൾക്കോട് കൊടുക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. തിരുസാന്നിധ്യത്തിന് ഞങ്ങളെ മറക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ അവിടുത്തെ ദാസന്മാർക്കൂടെ ഞങ്ങൾക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു. ആത്മീയമായ മന്ന കർത്താവെ ഞങ്ങൾക്ക് അടുത്ത ഒരാഴ്ച കാലത്തേക്ക് ഏറ്റവും ഗുണകരമായിരിക്കാൻ ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ആദ്യാവസാനം വരെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം ഈ ശുശ്രൂഷ ഉണ്ടായിരിക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. നന്ദി കർത്താവെ. സ്തോത്രം. മുഴുവനായി നിങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. മാനം മഹത്വം ഞങ്ങൾ അങ്ങേക്ക് കരയിടുന്നു. സകലം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച സുരക്ഷയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവയോട് കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. തുറന്നുള്ള ശുശ്രൂഷകളെ വഹിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളും അതേപോലെ നമ്മുടെ സഭയുടെ പൊതുവായ ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട്
സഹോദരന്മാരിലൊരാൾക്കും പ്രാർത്ഥിക്കാവുന്നതാണ്. നന്ദി പറയുന്ന കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ചക്കാലങ്ങളെ ശ്രേഷ്ഠമായി പരിപാലിച്ചു വരാമായിരുന്ന ആപത്തുകൾ നടത്തുന്ന രോഗങ്ങൾ ദുഃഖങ്ങളൊക്കെ വിളിച്ചു സന്തോഷത്തോടും സമാധാനത്തോടും അവിടുത്തെ ആലയത്തിലെ കടികളെ കൂട്ടി വരുന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെയും കർത്താവേ ഞങ്ങൾ സഞ്ചരിച്ചു വാഹനയാത്രയൊക്കെ അവിടുത്തെ സ്ഥാനത്ത് അനുഭവിക്കാൻ തക്കൊണ്ട് ദൈവം സഹായിച്ചു കൃപയ്ക്കായി സ്തോത്രം. പല ആപത്തുകൾ പല അനർത്ഥങ്ങൾ ഞങ്ങൾക്കൊന്നും ഭവിക്കാമായിരുന്ന ഇടങ്ങളിലൊക്കെയും കണ്ണിലെ കൃഷ്ണമുടി പോലെ അടിയങ്ങളെ സൂക്ഷിച്ച കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, നിങ്ങളെ ചിലർ പോലെ സൂക്ഷിക്കുന്ന പോലെ അവിടെ ഞങ്ങളെ പരിപാലിച്ച് നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. എൻമനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വത്തിനൊക്കെ പരിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻമനമേ യഹോവയെ വാഴ്ത്തുക, അവർ ചെയ്യുന്ന ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് വചനത്തിൽ ഞങ്ങൾ പഠിക്കുന്ന കർത്താവേ, ദൈവമേ ദിനപ്രതി ഞങ്ങൾ ചെയ്യുന്ന ഓരോ ഉപകാരങ്ങളെയും ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിൽ കഷ്ടങ്ങൾ അനുഭവമുണ്ടെങ്കിലും ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജീവിച്ചിരിക്കുന്നു നന്ദി ചെയ്തവനായ കർത്താവേ, ഈ ലോകഭോഗങ്ങളിൽ അടിവുപെട്ട് ജീവിപ്പാനില്ല കർത്താവേ, അങ്ങയുടെ കൃപയിൽ ആശ്രയം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോ നിമിഷവും കർത്താവേ അങ്ങയിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വാക്കുകളെ പ്രവൃത്തികളെല്ലാം ഇതുവരും പ്രസാദകരമായി പണിടയാകണമേ. നല്ല ചിന്തിപ്പാൻ, നല്ല പ്രവർത്തിപ്പാൻ, നല്ല വഴി നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാനോ പാപിയുടെ വഴി നിൽപ്പാനോ പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാനോ ഇടയാകാതെ നീതി പാതകൾ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവരങ്ങളിലെ കടികളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു, സഭയായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സഭയുടെ ഓരോ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരുണ്ട് കർത്താവേ, കടഭാരത്തിലിരിക്കുന്നവരുണ്ട് കർത്താവേ, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് കർത്താവേ, അവർക്കൊക്കെ തക്കതായ ആവശ്യമായ കൃപകൾ കൊണ്ട് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, പരീക്ഷയുടെ കാലങ്ങളാണല്ലോ കർത്താവേ, അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദുഷ്ടതകളെ ലോകത്ത് കുഞ്ഞുങ്ങൾ ജീവിക്കുന്ന കർത്താവെ, അവരെ സൂക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദുഷ്ടൻ ദുഷ്ടവിഭാഗം ദൈവം അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കൈകളിലവരെ സൂക്ഷിച്ച് പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയായി കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭാവി ഏറ്റവും അനുഗ്രഹമായി ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപകളാൽ നിറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയങ്ങളുടെ വാഹനയാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിശിഷ്യ ശ്രേഷ്ഠദാസന്മാർക്കായി സ്തോത്രം കർത്താവെ, അവരുടെ യാത്രയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ പോകുന്ന ഇടങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. അവരുടെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായിരിക്കാൻ ദൈവം സഹായിച്ചാട്ട് കർത്താവെ, കൃപകളാൽ നിറച്ചാട്ട് കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ എല്ലാ നല്ലവരങ്ങളെയും കൊണ്ട് അവരെ നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആവശ്യങ്ങൾ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. കർത്താവയുടെ പല പല ആഗ്രഹങ്ങളും വെച്ചുകൊണ്ട് കർത്താവെ പ്രാർത്ഥിക്കുന്നു. അതിനൊക്കെ ഒരു മറുപടി കൽപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ആരാധന കർത്താവെ അടിയങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ ദൈവം സഹായിക്കണമേ. അടിയങ്ങളുടെ ഓരോ സ്തോത്രങ്ങളും കർത്താവെ വിശുദ്ധയാഗമായി തീരുവാൻ തക്കണം ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേശ അടികളുടെ മുമ്പിലുണ്ടല്ലോ കർത്താവെ, അത് കൈനീട്ടുവാൻ ദൈവവേടികളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനപാട്ട് സങ്കീർത്തനങ്ങളൊക്കെ കർത്താവെ ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളോടുള്ള ദൂത് കർത്താവെ അവിടുത്തെ ദാസന്മാരുടെ പകൽ ഏൽപ്പിച്ചിരുന്ന കൃപയ്ക്കായി സ്തോത്രം. അത് സമൃദ്ധിയായി പകർന്നു വരുവാൻ തക്കണവരെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ തീ കർത്താവെ അവരുടെ നാവിന്മേലിരിക്കാൻ തക്കൊണ്ട് ദൈവം സഹായിച്ചാട്ട് കൃപകളാൽ നിറച്ചാട്ട് സകല മഹത്വങ്ങളിൽ അർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ.
Praise the Lord. Hallelujah. പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഒന്ന് ജനാമി പറഞ്ഞാട്ടെ. തകർത്ത ഇടിമുഴക്കം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെ കേട്ടത് അവർ ആർക്കുന്ന ശബ്ദത്തിൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനം കുലുങ്ങി. ചിലത് ഇന്ന് പകൽ കുലുങ്ങും തക്കവണ്ണം ആർത്തു വിളിച്ചു ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. അല്പസമയം എല്ലാവരും സ്തോത്രം ചെയ്താട്ട് അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും സ്തോത്രത്തോടുമാണ് അടുത്തു വരേണ്ടത്. അതരങ്ങൾ തുറക്കുക, ശബ്ദം ഉയർത്തുക. ആത്മനിറവിൽ അന്യഭാഷയുള്ളവർ മനഃപൂർവ്വം ദൈവമായത് കണക്ട് ആയിക്ക്. ഇന്ന് പകൽ നിന്നെ സ്പർശിക്കുന്ന ഒരു കരം ഇതിനകത്ത് വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എല്ലാ അതരങ്ങളും തുറക്കുക, മനഃപൂർവ്വം അന്യഭാഷ പറയുക, മനഃപൂർവ്വം സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുക. ക്ഷീണങ്ങൾ മാറുന്ന ഒരു ഞായറാഴ്ച, ബന്ധനങ്ങൾ അഴിയുന്ന ഒരു ഞായറാഴ്ച, കെട്ടുകൾ പൊട്ടുന്ന ഒരു ഞായറാഴ്ച. ഇന്ന് പകൽ വെളിപ്പെടട്ടെ, തേജസ്സുമേൽ തേജസ് വെളിപ്പെടട്ടെ. ആ കൈയൊന്ന് അടിച്ചൊന്ന് ആരാധിച്ച്, കൈയൊന്ന് അടിച്ചൊന്ന് ആരാധിച്ച്, കൈയൊന്ന് ചേർത്തടിച്ചൊന്ന് ആരാധിച്ച്. ആരാധിപ്പാൻ പ്രാഗൽഭ്യമുള്ളവർ കൈ അടിച്ചൊന്ന് ദൈവത്തിന് മഹത്വം കൊടുത്ത്. ഷാമാന സെഖരി ആയതോ കത്തീ കത്തീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാ മുട്ടും നടക്കും, എല്ലാ നാവും പാടും യേശുവാൻ കർത്താവ്. എല്ലാ മുട്ടും നടക്കും, എല്ലാ നാവും പാടും യേശുവാൻ കർത്താവ്. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും യേശുവാൻ കർത്താവ്. മാത്രം പറഞ്ഞു, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും യേശുവാൻ കർത്താവ്. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോടി അവൻ മാത്രം. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോടി. എല്ലാ മുട്ടും, എല്ലാ മുട്ടും നടക്കും, എല്ലാ നാവും പാടും യേശുവാൻ കർത്താവ്. എല്ലാ മുട്ടും നടക്കും, എല്ലാ നാവും പാടും യേശുവാൻ കർത്താവ്. He is Lord, He is Lord. He was risen from the dead, and He is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. Every knee shall bow, every
Every knee shall bow, every tongue confess that Jesus Christ is Lord. Every knee shall bow, every tongue confess that Jesus Christ is the Lord. എല്ലാം മുട്ടും, അവന്റെ മുമ്പിൽ മടങ്ങും. എന്നെ ഒന്ന് നോക്കിക്കേ. ഇന്ന് നീ ഭാരത്തോട് വന്ന ചില വിഷയങ്ങൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞോണം. ആ കർത്താവിന്റെ നാമം പറയുമ്പോൾ അത് മുട്ടുമടക്കാൻ പോവുകയാണ്. ഏത് നാമത്തിന് മുമ്പിൽ? നല്ല ശക്തിയോടൊന്ന് പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ അതേ കൂടെ കുറച്ചുകൂടെ ബലത്തിലൊന്ന് പറഞ്ഞാട്ടെ. ഭൂത പ്രേത പിശാചുക്കൾക്ക് പേടിയുള്ള ഒരു നാമം ഏതാണെന്ന് അറിയാമോ? ഉറക്കെന്ന് പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴുവൻ മടക്കും. നിന്നെ തൊടാൻ പിശാച് വന്നപ്പോൾ നിന്റെ നെറ്റിയിൽ ഒരു നാമം കണ്ടു. ആ നാമം യേശുവിന്റെ നാമമായതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച അനർത്ഥത്തിന് വിട്ടുകൊടുക്കാത്തൊരു ദൈവം നമ്മുടെ ദൈവമാകിയ അപകടങ്ങൾ പെരുകി വരിക. നമുക്ക് നമ്മളെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളായിരുന്നു 9 ഒരാഴ്ച. നിങ്ങൾക്കറിയാം, നെടുമ്പുറം ചർച്ചിൽ കൂടിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ മോളെ വീട് ഇവിടെ ഫിനിഷിംഗ് വേണ്ടി പണിതുകൊണ്ടിരിക്കുമ്പോൾ അത് നോക്കാൻ സ്കൂട്ടറിൽ പോവുകയായിരുന്നു. പോകുന്ന വഴിക്ക് മുന്നിൽ ഒരു ടിപ്പർ ലോറി ലോഡ് കൊണ്ട് മുന്നോട്ട് പോകുമായിരുന്നു. എതിരെ ഒരു കാർ വന്നപ്പോൾ ആ കാറിന് സൈഡ് കൊടുക്കാൻ വേണ്ടി ഇടത്തോട്ട് ഒതുക്കി. ഇദ്ദേഹം തൊട്ട് പുറകിലുണ്ടായിരുന്നു. ഇടത്ത് സൈഡ് ചേർന്ന് വണ്ടി നിർത്തി. ലോറി വരുന്ന കണ്ട് ഇറങ്ങാനോ വിളിക്കാനോ കഴിഞ്ഞില്ല. അതിന് മുമ്പ് തന്നെ ലോറി തന്റെ ശരീരത്തിന്റെ ഈ ഭാഗത്ത് താഴോട്ട് കയറി ഇറങ്ങി. അവയവങ്ങളെല്ലാം ചതഞ്ഞരഞ്ഞുപോയി. ഹാർട്ട് അപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടപ്പോൾ മരിച്ചു എന്ന് പറഞ്ഞു. ഹാർട്ട് നമ്മുടെ ശരീരത്തിൽ സെപ്പറേറ്റ് വർക്ക് ചെയ്യുന്ന ഒരു അവയവമാണ് ഹാർട്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഹാർട്ടിന് ഇടുപ്പ് നിശ്ചലമായി. കഴിഞ്ഞ ദിവസം മൊബൈൽ മോർച്ചറിയിൽ ഇടത്തുമായി കൊണ്ടുവെക്കാൻ ഞങ്ങൾ കൂടി ചെന്നു കാണാൻ വേണ്ടി. ഞാനൊരു കാര്യം പറയട്ടെ, മനുഷ്യന്റെ തൊട്ടടുത്ത് മരണം നിൽപ്പുണ്ട്. എങ്ങനെ മരിക്കുന്നു എന്നുള്ള നല്ല പ്രശ്നം മനസ്സിലാകുന്നുണ്ട്. എങ്ങനെ എവിടെയും മരണം ഉണ്ടാകാം, പക്ഷെ മരണശേഷം എവിടെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യാശ. യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ആ ദൈവവൃത്യന്റെ ആത്മാവ് ഇമ്പങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ വീട് ദുഃഖത്തിൽ കഴിയുകയാണ്. ആ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ പരിപാലിച്ചില്ലേ, ദൈവം നമ്മെ സൂക്ഷിച്ചില്ലേ, കൈ ഉയർത്തി ഒന്നിച്ച് രാമ്യം പറഞ്ഞാട്ടെ. അതുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിന് യോഗ്യൻ. യേശുവിന്റെ നാമം എപ്പോ പറയാൻ അവസരം കിട്ടുമ്പോ അന്നേരം ഉറക്കെ പറഞ്ഞോണം. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ അതിന് യോഗ്യൻ. കുറച്ചുകൂടെ ശബ്ദത്തിലൊന്ന് പറഞ്ഞാട്ടെ. ആലയത്തിൽ കയറുമ്പോ നിങ്ങൾ ആള് മാറണം. കേട്ടില്ല? വിഷമം മാറണം, സങ്കടം മാറണം, ദുഃഖം മാറണം. എന്നിട്ട് ആർത്ത് കർത്താവിനെ ആരാധിക്കണം. എല്ലാം മഹത്വത്തിന് യോഗ്യൻ യേശു മാത്രമാണ്. നമുക്ക് ചേർന്ന് പാടി ആത്മാവിൽ നിറഞ്ഞ കർത്താവിനെ ആരാധിക്കാം. ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടും. കസേര വെച്ചടിക്കരുത്, കൈ നോക്കി Hallelujah.
Dina
തലകളെ ഉണക്കി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. യേശുവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ആരാധനയ്ക്ക് വേണ്ടി ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുക. നാം ആരാധിച്ചില്ലെങ്കിൽ കോടിക്കണക്കിന് ദൂതന്മാർ ആരാധിപ്പാനുണ്ട്. പക്ഷെ അവരെക്കാൾ കർത്താവിന് ഇഷ്ടം അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച നമ്മൾ ആരാധിക്കുന്നതാണ്. ആരാധനയിൽ വചനം വായിക്കുന്ന ദൂതന്മാർ കുനിഞ്ഞു നോക്കുക. അവരുടെ ആരാധന പോലല്ല നമ്മുടെ ആരാധന. ദൂതന്മാർ ആരാധിക്കുന്നത് ഒറ്റ വാക്ക് പറഞ്ഞ സൈനിക യഹോവ ഇത് പറഞ്ഞാണ്. 24 മണിക്കൂർ അവിടെ ടൈമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞാരാധിക്കും. പക്ഷെ നമ്മളതല്ല. നമ്മൾ പറയുന്നത് കർത്താവേ, നീ ഞങ്ങളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തല്ലോ, ചേറ്റുകുഴി കിടന്ന് ഞങ്ങളെ തെരഞ്ഞെടുത്തല്ലോ, പുറംപറമ്പി കിടന്ന് ഞങ്ങളെ തെരഞ്ഞെടുത്തല്ലോ, കള്ളുഷാപ്പിലും സിനിമാ തിയേറ്ററിലും ഒക്കെ നടക്കേണ്ട നമ്മെ തെരഞ്ഞെടുത്തല്ലോ. നമ്മെ വിശ്വാസത്തിൽ വന്നിട്ട് നീ ഉറച്ചു നിന്നോണം. നിന്നെ കുലുക്കുന്ന പലതും കടന്നു വരും. നിന്നെ പഴയതിലേക്ക് തിരിച്ചു വിടുവാൻ, നിന്നെ പിന്മാറ്റത്ത് വിടുവാൻ, നിന്നെ കള്ളുകുടിയനാക്കി മാറ്റുവാൻ, നിന്റെ വീടിനകത്തും ബഹളമുണ്ടാക്കുന്നവനാക്കി മാറ്റാൻ ശത്രു നിന്റെ ദേഹത്തെ കയറാൻ അനുവദിക്കരുത്. നിന്റെ ശരീരം വിശുദ്ധമായിരിക്കണം. സ്വർഗം കുനിഞ്ഞു നോക്കുന്ന ആരാധന ഇന്ന് പകൽ ഇവിടെ വെളിപ്പെട്ട് നിൽക്കുകയാണ്. രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി സൈനികടഹുവ ദൂതന്മാർ അങ്ങനെ പറഞ്ഞ് ആരാധിക്കും. നമുക്ക് പാടാനുള്ളത് കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടൊന്ന് പറഞ്ഞ് വാ തുറന്ന് പറഞ്ഞേ. കുഞ്ഞാടേ
നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം വിലയ്ക്ക് വാങ്ങി ഞങ്ങൾ ജാതികളിൽ നിന്നും ഗോത്രത്തിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ തിരഞ്ഞെടുത്തു. ഞാൻ പലപ്പോഴും കണ്ണു നനയുന്നൊരു കാര്യം ഞാൻ പറയാം. ആലയത്തിൽ വന്നിരിക്കും എന്റെ കണ്ണു നനയാനുള്ള കാരണം ഇതിനകത്ത് വരാൻ ഒരു യോഗ്യതയുമില്ലായിരുന്നു. ഞായറാഴ്ച റിലീസാകുന്ന ഏതെങ്കിലും സിനിമ കാണാൻ ഓടുമായിരുന്നു, ഏതെങ്കിലും മദ്യഷാപ്പിൽ പോയിരിക്കുമായിരുന്നു, ഉത്സവ സ്ഥലങ്ങളിലും പെരുന്നാളുകളിലും ഒക്കെ കൂട്ടം കൂടി പോയി ബഹളങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. ഇതിനകത്തിരിക്കുമ്പോൾ എന്റെ കണ്ണു നനയും. എന്താണെന്നറിയാം, ഇതിനകത്ത് വരാൻ ഒരു യോഗ്യത എനിക്കില്ല, ഒരു യോഗ്യതയും പറയാൻ എനിക്കില്ല. പക്ഷെ എന്റെ അയോഗ്യത ദൈവം യോഗ്യമാക്കി മാറ്റി. ഇതിനകത്ത് കൊണ്ടുവന്ന വിശ്വസ്തതയ്ക്കാണ്. താഴ്ന്നു കിടക്കുന്ന ആരുടെ സഹായമില്ലാതെ എഴുന്നേക്കാൻ പോലും കഴിയാതെ താഴ്ന്നു കിടക്കേണ്ട നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത്, വിഗ്രഹത്തിന് മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ട നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നു. എല്ലാം ഓർത്ത് കരഞ്ഞോണം കേട്ടോ, കരഞ്ഞോണം. എല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞോണം. ആലയത്തിൽ വരുമ്പോൾ ഏറ്റവും അധികം നന്ദി പറയണം, സ്തുതികളും ആരാധനകളും അർപ്പിക്കണം. കണ്ണുടയ്ക്കാം, നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ശുശ്രൂഷ വഹിച്ചുകൊണ്ട് ഇപ്പോൾ റെജി ബ്രദർ ശബ്ദം ഉയർത്തി പ്രാർത്ഥന നമ്മെ സഹായിക്കും. ഒന്ന് ചെല്ലാമി പറഞ്ഞിട്ട് ദൈവം നോക്കി. ജോസഫിന്റെ സഹോദരന്മാർ ഇപ്പോഴും കാലിച്ചാക്കുമായിട്ട് ക്യൂവിൽ നിൽക്കുക. ഏറ്റെടുത്തോ? ജോസഫിന്റെ സഹോദരന്മാർ കാലിച്ചാക്കുമായിട്ട് മിസ്രൈമിൽ ക്യൂ നിൽക്കുക. ആ സമയത്ത് ജോസഫ് ഭണ്ഡാരത്തിന്റെ താക്കോലുമായി ചില വ്യക്തികളെ ദൈവ അധികാരത്തിന്റെ താക്കോൽ ഏൽപ്പിക്കുക. ഒരു പാവ ചെറുപ്പക്കാരൻ ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ പാവ ചെറുപ്പക്കാരൻ സഹോദരന്മാർക്ക് അപ്പവും മലരും മീനുമായി പോകുമ്പോ അവർ പറഞ്ഞു, ആ സ്വപ്നക്കാരൻ വരുന്നു. ജോസഫല്ല, സ്വപ്നക്കാരൻ, നിന്റെ പേര് ദൈവം മാറ്റാൻ പോവുക. യേശുവിനെ അറിഞ്ഞ
പക്ഷെ ഞാൻ പറയാം, ദർശനമുള്ളവരെ കൊല്ലാൻ ദൈവം ആരെ അനുവദിക്കത്തില്ല. ഇന്ന് ഈ ഭൂമിക്കകത്ത് വിടുതൽ നടക്കുക. ദൈവം നിന്നെ മാനിപ്പാൻ ആഗ്രഹിക്കുക. മറ്റുള്ള മുമ്പിൽ നിനക്ക് ശ്രേഷ്ഠത ദൈവം തരാൻ പോകുക. യേശുവിന് വേണ്ടി നീ നിന്നെ സഹിക്കുന്നെങ്കിൽ, യേശുവിന് വേണ്ടി അപമാനം സഹിക്കുന്നെങ്കിൽ, യേശുവിന് വേണ്ടി ഒറ്റപ്പെടലുണ്ടെങ്കിൽ നിന്നെ മാനിക്കാൻ പോകുകയാണ്. ഞാൻ എപ്പോഴെങ്കിലും ആ സബ്ജക്ട് എടുക്കാം. ആരാധിച്ചപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നൊരു ദൂരാണ്. നിങ്ങളൊന്ന് കണ്ടേ, വലിയ വലിയ കാലിച്ചാക്കുമായിട്ട് രൂപ മുതൽ യോസഫിന്റെ ഭണ്ഡാരത്തിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുക. യോസഫ് താക്കോല് കൊണ്ട് നടക്കുക. പാണ്ഡികശാലയുടെ താക്കോൽ ജോസഫിന്റെ കയ്യിലാണ്. ആത്മാവിൽ നിനക്ക് കൃപയും കൃപാവരമൊന്നും ഇല്ലെങ്കിലും നീ സ്തോത്രം പറഞ്ഞോണ്ടിരുന്നാൽ മതി. അറിയാതെ ദൈവം നിന്നെ മാനിക്കും. ദൈവത്തിന് സ്തോത്രം. താക്കോൽ ജോസഫിന്റെ കയ്യിലാണ്. ഫറവോൻ ഒന്നാമൻ, ജോസഫ് രണ്ടാമൻ. ഫറവോൻ ഒന്നാമൻ, ജോസഫ് രണ്ടാമൻ. ഈ സ്ഥാനത്തേക്ക് വന്നത് ഒരു ദിവസം കൊണ്ടല്ല. അവൻ അനുഭവിച്ച വേദനയുണ്ട്, കഷ്ടതയുണ്ട്. ഇന്ന് പകൽ കൈ ചൂണ്ടി പറയാം, നിന്നെ ശ്രേഷ്ഠനാക്കി മാറ്റാൻ ദൈവം പ്രതികരിക്കുകയാണ്. അതുകൊണ്ടൊരു പാട്ട് പാടാം. ആ പാട്ട് ഇതാണ്: എഴുന്നള്ളുന്ന യേശു രാജാവ്. യേശു എഴുന്നള്ളുമ്പോൾ വായടച്ചിരിക്കരുത്. യേശു എഴുന്നള്ളുമ്പോൾ മിണ്ടാതിരിക്കരുത്. എന്താ ചെയ്തത്? വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു, കുരുത്തോലകൾ വെട്ടി. വരാൻ പോകുന്നുള്ളൂ അല്ലെ? ഈസ്റ്ററൊക്കെ ആവുമ്പോ കുരുത്തോലൊക്കെ അല്ലെ, കുരുത്തോല എന്ന് പറയുന്നത്, കുരുത്തോല അതെല്ലാം വെട്ടി കൊണ്ടുവരും. വഴിയിലെല്ലാം ഇട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞ ദാവീദ് പുത്രന് വന്നവർ വരുവാനിക്കുന്നതിന് ആർപ്പിടുക, ആർപ്പിടുക. എല്ലാവരും ഇളകി മറിഞ്ഞു. യെരൂശലേം ആ ദിവസം ഇളകി മറിഞ്ഞു. ആരാധന അങ്ങനെ വേണം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഒരു ചെറിയ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി. ഇപ്പോൾ അവൻ പ്രവാചകനാണ്. താമസിക്കാതെ അവൻ കുതിരപ്പുറത്ത് വരാൻ പോവുകയാണ്. ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. നീ അങ്ങ് വിശ്വസ്തയോടെ ആരാധിച്ചാൽ മതി. വിശ്വസ്തയോട് കർത്താവിന് വേണ്ടി അങ്ങ് നിന്നാ മതി. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ചേർന്ന് പാടി നൃത്തം ചെയ്ത് ആത്മാവിൽ ആരാധിക്കാം. എഴുന്നള്ളുന്ന യേശു കർത്താവായി ഭരണം ചെയ്തത്. രാജാവാൻ കർത്താവായി ഭരണം ചെയ്തിടുവാൻ രാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളുന്ന യേശു രാജാവാൻ കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്റെ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല, എന്റെ നീയല്ലോ.
സന്തോഷത്തോടെ ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. കർത്താവ് വാഴ്ച ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്കൊരു അനുഗ്രഹം മാത്രമാണ്. ദൈവസന്നിധിയിൽ എല്ലാ കണ്ണുകളും അടയ്ക്കുക. 1, 2, 3, 4 മിനിറ്റ് സമയം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ആ കൈ, സഹോദരന്മാർ പറ്റുമെങ്കിൽ ഷോൾഡർ മേളിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചു, സഹോദരിമാർ പറ്റുമെങ്കിൽ ഉയർത്തിയില്ലെങ്കിൽ കൈകൾ തുറന്നു പിടിച്ച് ആ അപ്പന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യത്തിന് നന്ദി. തിരുപ്പാദപീഠത്തിൽ തിരുവചനം കേൾപ്പാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ, അവ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഇന്ന് തുടർന്ന് ഞങ്ങളോട് അവിടുന്ന് സംസാരിക്കണമേ. യേശുവിന്റെ നാമത്തിന്റെ മഹത്വം വെളിപ്പെടുത്തും, യേശുവിന്റെ നാമത്തിൽ തന്നെ. 48-ാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ബൈബിൾ എല്ലാവരും തുറക്കുക, നിർത്തി ശബ്ദം ഉയർത്തി ഗാനപ്രതി ഗാനമായി വാക്യപ്രതി വാക്യമായി പാടി ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ ദൈവത്തിന്റെ നഗരത്തിൽ അവന്റെ വിശുദ്ധ പർവ്വതത്തിലെ യഹോവ വലിയവനും അത്യന്തം സുസ്ഥിരമാകുന്നു. അതിന്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അവർ അത് കണ്ട് അമ്പരന്നു, അവർ പരിഭ്രമിച്ച് ഓടിപ്പോയി. നീ കിഴക്കൻ കാറ്റുകൊണ്ട് തർശീഷ് കപ്പലുകളെ ഉടച്ചു കളയുന്നു. ദൈവമേ, നിന്റെ മന്ദിരത്തിന്റെ മധ്യേ ഞങ്ങൾ നിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുന്നു.
നിന്റെ ന്യായവിധികൾ നിമിത്തം സിയോൻ പർവ്വതം സന്തോഷിക്കുകയും യഹൂദപുത്രന്മാർ ആനന്ദിക്കുകയും ചെയ്യുന്നു. അടുത്ത രണ്ട് വാക്യം കൂടെ ചേർന്ന് വായിച്ചിട്ട് നമ്മുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുക. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാകിയ സ്തോത്രം ചെയ്യുക. അവൻ നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തത് കൊണ്ട് സ്തോത്രം ചെയ്യുക. അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം സ്തോത്രം ചെയ്യുക. അവൻ മാത്രം സ്തുതിക്കും തേജസ്സിന് ബഹുമാനത്തിന് യോഗ്യനാകിയ സ്തോത്രം ചെയ്യുക. തകർത്ത ഇടിമുഴക്കം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, മഹാപുരുഷാരത്തിന്റെ ഘോഷം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, വൈണികന്മാർ വീണ വീട്ടുന്നത് പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്. ഭക്ഷിപ്പാൻ ആഹാരം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ധരിപ്പാൻ വസ്ത്രം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പാർക്കുവാൻ ഭവനം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇവിടെ വന്ന എല്ലാ പ്രിയപ്പെട്ടവരും ശബ്ദമൊന്ന് ഉയർത്തി ഒന്നിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവിന്റെ ഹൃദയങ്ങളോട് സംസാരിക്കേണ്ടതിന് നിശബ്ദമായ ദൈവത്തെ കാത്തുനിൽക്കുക. വെട്ടിക്കളഞ്ഞു, കിളിർക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ നോക്കി നിൽക്കുമ്പോൾ കിളിർപ്പുകൾ വന്നതുപോലെ വെട്ടിക്കളഞ്ഞയുടെ മുമ്പിൽ, മുറിച്ചു മാറ്റിയുടെ മുമ്പിൽ ഞാൻ എന്റെ ജനത്തെ മാനിപ്പാൻ പോകുകയാണ്. അവസാനിച്ചു, ഒരു കിളിർപ്പ് പോലും വരത്തില്ല, ഇവിടെ കൊണ്ട് തീർന്നു എന്ന് നിന്നെ നോക്കി പ്രവചിച്ചവരുടെ മുമ്പിൽ എന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, നീ വീണ്ടും കിളിർക്കാൻ പോവുകയാണ്. പുതിയ നാമ്പുകൾ ഞാൻ വെച്ചുപിടിപ്പിക്കും, പുതിയ ശിഖരങ്ങൾ ഞാൻ നട്ടുപിടിപ്പിക്കും. എന്റെ കരമാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയത്തക്കവണ്ണം ഞാൻ എന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. മാറ്റി നിർത്തിയുടെ മുമ്പിൽ, അവഗണിച്ചവരുടെ മുമ്പിൽ എന്റെ ജനത്തിന് ഞാൻ ശ്രേഷ്ഠത കൽപ്പിക്കാൻ പോവുകയാണ്. ആരും നിന്നെ തകർക്കാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല, ആരും നിന്നെ തൊടാൻ ഞാൻ അനുവദിക്കത്തില്ല. എന്റെ ഭുജം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുന്ന ദൈവമാണ്. ലൈവിലൂടെ കാണുന്ന ചില പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മ പറയുന്നു, അവസാനിച്ചു എന്ന് തോന്നിയ, തീർന്നു എന്ന് തോന്നിയ ആരൊക്കെയോ നിന്നെ നോക്കി എന്തോ പറഞ്ഞു, ഇനി നീ ഗതി പിടിക്കില്ല, ഉയരത്തില്ല, അവരുടെ മുമ്പിൽ ദൈവം നിങ്ങളെ മാനിക്കാൻ വേണ്ടി പോകുക. ഒന്നിച്ച് ഹല്ലേലൂയ പറഞ്ഞ് തീരുന്നാട്ടെ. ഇവിടെ സന്നിധി ഞങ്ങൾ ഇരിക്കുന്നു, ഞങ്ങളോട് സംസാരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ഇന്ന് പകലത്തെ ആരാധനയിൽ സന്തോഷം അനുഭവിച്ചു? എത്ര പേര് ദൈവ സ്പർശനം എന്ന മകൾ ആരാധനയിൽ കിട്ടി? പൊതുവെ നല്ല ചൂടുണ്ട്, പക്ഷെ ഇവിടെ നമുക്ക് കർത്താവ് അല്പം തണുപ്പ്, ഒരു സുഖം കിട്ടിയിട്ടുണ്ട്. ഈ അതിര് ദൈവം മാറ്റാൻ പോകുക. ഇതിലൊരു വിശാലത കർത്താവ് തരാൻ പോകുക. നമ്മുടെ ഒരു വലിയ പ്രാർത്ഥനയായിരുന്നു, നമുക്കൊരു വിശാലത ദൈവമേ തരണമേ. ദൈവം അതിന് മറുപടി കൽപ്പിച്ചു. ഒരു പുതിയ ബിൽഡിംഗിലേക്ക്, 2000 സ്ക്വയർ ഫീറ്റോളം ഒരു നല്ല കെട്ടിടത്തിലേക്ക് നമ്മൾ ആരാധന മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് കുഞ്ഞുങ്ങൾ എല്ലാവരും വരും, സഹോദരിമാരുടെ വരണ ആലയത്തിന് വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, വൃത്തിയാക്കാൻ പോകുന്നുണ്ട്. 3 മണിയാകുമ്പോൾ നാളെ തൊട്ട് അതെല്ലാം സെറ്റ് ചെയ്യാൻ പോവുക, റീസെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എല്ലാം പോവുകയാണ്. അതിനകത്ത് സ്റ്റുഡിയോ, അതിനകത്ത് ഓഫീസ്, എല്ലാ ക്രമീകരണമുള്ള ഒരു നല്ല ബിൽഡിംഗ് ദൈവം തന്നതുകൊണ്ട് കൈയ്യൊന്ന് അടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നീ തീർന്നു, നിന്റെ കുടുംബം തീർന്നു എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ തന്നെ ദൈവം നമ്മളെ മാനിപ്പാൻ പോവുകയാണ്. നിന്ദിക്കപ്പെടുമ്പോൾ ഓർത്തണം, അപ്പുറത്ത് മാനിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ആ ബിൽഡിങ്ങിന് നമുക്ക് AC ഒക്കെ വെക്കണം. ഈ ലൈവിലൂടെ ആരെങ്കിലും ഞങ്ങളെ സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 2.5 ടണ്ണിന്റെ 2 AC വെച്ചാലേ ആ റൂമെല്ലാം കൂളാകത്തുള്ളൂ. ഓഫീസ് റൂമിൽ ഒരു AC വെക്കണം. ഒരുപാട് ആളുകൾ വന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. കർത്താവിന് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, ആ മുറി കൂളാക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ നിങ്ങളെ കർത്താവ് കൂളാക്കും. ഇതൊക്കെ പറയുമ്പോൾ സ്വത്രാലിയൊക്കെ പറയുന്നുണ്ട്. ഒരു AC വാങ്ങിച്ചു കൊടുക്കണം, ഒരു ടേബിൾ വാങ്ങിച്ചു കൊടുക്കണം,
അതിനകത്തെല്ലാം ഫാനൊക്കെ കിട്ടും നല്ല രീതി. പിന്നെ എനിക്കൊരു പേടിയേ ഉള്ളൂ, നല്ല സുഖമാണ്, കംഫർട്ടാണ്. AC ഒക്കെ ഇട്ട് ഉറങ്ങിപ്പോകുന്നൊരു പേടിയാണ്. അതിന് ഞങ്ങള് ഇടയ്ക്ക് നടക്കുന്നതിനകത്തൊന്നും ഇനി ഇടയ്ക്ക് കൊടുത്ത് കയറാൻ പോലും പറ്റുന്നില്ല. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗം തോന്നിയാൽ കയറാൻ പറ്റത്തില്ല, തിങ്ങി ഇരിക്കുന്നു. അവിടെ നമുക്ക് കയറി ഇടയ്ക്കൂടെ ചെന്ന് പ്രാർത്ഥിക്കാം. ആലയത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ. ഒരു ദൈവദാസൻ പറഞ്ഞത്, ഒരു ഗ്ലാസ് തണ്ണീർ കൊടുത്താൽ അതിനെന്തുണ്ട്? കേട്ടില്ല? ഉണ്ടെന്ന് ഉറപ്പുള്ള ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ അനുഭവസ്ഥരാണ്. അപ്പൊ ഉപദേശി പറയുകയാണ്, ആ തണ്ണീറിനകത്ത് കൊഞ്ചം പഞ്ചസാരയും കൂടി ഇട്ടാൽ, കൊഞ്ചം പൊടിയും കൂടി ഇട്ടാൽ, കൊഞ്ചം പാൽപ്പൊടിയും കൂടി ഇട്ടാൽ അതെന്തായി മാറും? എല്ലാം നിങ്ങൾക്കറിയാം. അപ്പൊ പ്രതിഫലമുണ്ട് നിശ്ചയം. ഇന്നലകളിൽ പല കാര്യങ്ങളും സഭയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു, നിശ്ചയമായിട്ടും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നാളെ ദൈവനിച്ച 2 ലക്ഷം രൂപ സെക്യൂരിറ്റി കൊടുക്കുകയാണ്. എല്ലാ മാസവും ഒരു എമൗണ്ട് റെന്റ് നമ്മൾ കൊടുക്കണം. എല്ലാം ദൈവം ചെയ്യും. എനിക്ക് കർത്താവിന് വേണ്ടി എടുത്തു ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ നനഞ്ഞാലും മുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. ആ വാക്ക് കേട്ട് കാണാം. അല്പമൊക്കെ എന്ത് ചെയ്യും? നനയും. പക്ഷെ മുങ്ങാൻ ദൈവം ചെയ്യത്തില്ല. അടുത്തിരിക്കുന്ന ആൾ കൈ കൊടുത്തോ പറഞ്ഞു, നനഞ്ഞാലും സാരമില്ല, മുങ്ങിപ്പോട്ടില്ലെന്ന് പറഞ്ഞു. നനഞ്ഞാലും സാരമില്ല, ശ്വാസം മുട്ടിച്ചാകാൻ ദൈവം അനുവദിക്കത്തില്ല. എന്തൊരു നാണക്കേടാ എടുത്തിയാടിയ പത്രോസ്. കർത്താവ് നീ ആകുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരട്ടെ, പാടാമോൻ എന്ന് പറഞ്ഞു. എന്തൊരു അഭിമാനത്തോടാ പടയുന്ന. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിക്കാണും. കണ്ടോളാ, ശിഷ്യന്മാരോട് പറഞ്ഞു കാണും, സഹോദരങ്ങളോട്, കർത്താവ് എന്നെ വിളിച്ചത്. ഇല്ല ഗമയിൽ അങ്ങോട്ട് നടന്നു തന്നു. പക്ഷെ ഇടയ്ക്ക് പുള്ളിക്ക് അറിയാം കടലിന്റെ മുഴുവൻ സിസ്റ്റം ആർക്കറിയാം. വർഷങ്ങളായിട്ട് അവിടെ മീൻ പിടിച്ച് ജീവിക്കുന്നവരാണ്. പുള്ളി നോക്കുമ്പോൾ വള്ളം വേറെടുത്ത് കിടക്കുന്നു. താൻ എവിടെ നിൽക്കുക? എവിടെ അറിയാനാണ് നിൽക്കുന്നത്? വെള്ളത്തിന്റെ മേളിൽ നിൽക്കുക. അറിയാതെ തിരമാലയിലൊക്കെ നോക്കി, കാറ്റിലേക്ക് നോക്കി. എന്ത് ചെയ്തു? മുങ്ങി പോയെന്നല്ല, മുങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ കഷ്ടം. ഇന്നും ഞാൻ പ്രസംഗിക്കേണ്ടി വന്നതിന്, എടുത്തിയാടിയ പത്രോസെ നീ മുങ്ങിപ്പോയില്ലേ എന്ന് പറഞ്ഞേനെ. പക്ഷെ എടുത്തിയാടിയ പത്രോസെ നീ നനഞ്ഞു, മുങ്ങിപ്പോകാൻ ദൈവം അനുവദിച്ചില്ല. എപ്പോഴും ഓർത്തോണം. ഞാനത് എപ്പോഴും ഓർക്കും. യേശു പത്രോസ് അടുക്കല കൈ നീട്ടി പത്രോസിനെ കർത്താവ് ചെയ്തു, പിടിച്ചു. ഇച്ചിരി അങ്ങോട്ട് മാറിയായിരുന്നെങ്കിൽ എന്താണെങ്കിലും വെള്ളത്തിൽ ഒരു കല്ലെടുത്തെറിയുമ്പോൾ സ്ലോ മോഷനിലൊന്നും അല്ല മുങ്ങിപ്പോകുന്നാണോ? അല്ല, പെട്ടെന്ന് മുങ്ങിപ്പോകും. യേശുവിനെ അടുത്ത് വെച്ച് മുങ്ങി തുടങ്ങിയത് കൊണ്ട് ഒരു ഗുണമുണ്ടായി. കർത്താവ് കയറി കൈക്ക് പിടിച്ചു. അല്പവിശ്വാസി, നീ എന്തിന് ഈ ആളുകളുടെ അസൂയ എന്നൊക്കെ പറഞ്ഞ ഭയങ്കരം കേട്ടോ. അസൂയ എന്ന് പറഞ്ഞ ഭയങ്കരമാണ്. ഈ 11 പടയെന്ന് പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും എന്ത് ചെയ്യരുത്. നമ്മുടെ വീട്ടിലുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ. എന്തിനാ വെറുതെ ഇതിന്റെയൊക്കെ പാഴ്ചലവല്ലേ? അത് ഒരിക്കൽ യൂദായും പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇത് വിറ്റ് ദരിദ്രന്മാർക്ക്. യേശു സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു യേശു. അത് പല പ്രാവശ്യം വിറ്റിട്ട് പലതും ദരിദ്രം കൊടുക്കുന്നത് യൂദ കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാനല്ല, പിന്നെ അതിൽ നിന്നും അല്പം എന്ത് ചെയ്യാനാണ്? അടിച്ചു മാറ്റാൻ വേണ്ടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ വീട്ടിലുണ്ട്. നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ഒന്നും ഒരു കാര്യം അനുവദിക്കത്തില്ല. തുറന്ന നെഗറ്റീവേ വരത്തുള്ളൂ. രാമി പറഞ്ഞിട്ട്, നല്ല ശബ്ദത്തിൽ രാമി പറഞ്ഞിട്ട്, നെഗറ്റീവ് എനർജി വീട്ടിൽ വരുത്തരുത്. വഴക്കുണ്ടാക്കരുത്. വീട്ടിൽ കിടന്ന് ഒച്ച വെക്കരുത്, ബഹളം വെക്കരുത്. അപ്പുറത്ത് വീട്ടുകാരൻ പറയുന്നത് പെന്തക്കോസ്തുകാരന് ബഹളം വെച്ച് നടക്കുന്നത് പറയും. അത് മാത്രമല്ല, നിന്നെ അടിക്കും ദൈവം. കേട്ടോ, അടിക്കും ദൈവം. നിന്നെ മര്യാദയ്ക്ക് ഭയപ്പെട്ട് ജീവിച്ചോണം. ദൈവത്തെ ഭയപ്പെട്ട് സേവിച്ചോണം. നഷ്ടങ്ങൾ വരും, കഷ്ടങ്ങൾ വരും, നനഞ്ഞെന്ന് വരും. പക്ഷെ നീ മുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. എത്ര വരെ ദൂതൊന്ന് ചാടി പിടിച്ചെടുക്കാൻ തോന്നും. മുങ്ങാൻ അനുവദിക്കത്തില്ല. മുങ്ങാൻ അനുവദിക്കത്തില്ല. മുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. നനയും നനയും നനയും, പക്ഷെ മുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. അത് വിശ്വസിക്കുന്നത് ആർത്തോടിച്ച് പറഞ്ഞിട്ട്, മക്കളെ മാർക്കൊക്കെ അല്പം എക്സാമിന് കുറഞ്ഞെന്ന് വരും, നീ തോക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പഠിച്ച് ഒരുങ്ങിയിരിക്കുന്ന നിനക്ക് വഴികളൊന്നും തുറക്കുന്നില്ലെന്ന് തോന്നും, പക്ഷെ നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന ആർത്തോടിച്ച് പറഞ്ഞിട്ട്, എനിക്ക് ദൈവത്തെ ഭയങ്കര വിശ്വാസമാണ്. എനിക്ക് എന്നെ അത്ര വിശ്വാസം ഇല്ലെങ്കിലും എനിക്ക് ദൈവത്തെ ഭയങ്കര വിശ്വാസമാണ്. കാരണം എടുത്തിയാടി ഞാൻ എന്ത് ചെയ്താലും ദൈവം എന്ത് ചെയ്തില്ല, കൈവിടത്തില്ല. ഉറക്കെ പറഞ്ഞാട്ട് കൈവിടത്തില്ലെന്ന ഉറക്കെ പറഞ്ഞാട്ട്. നിങ്ങൾ ഇതെല്ലാം പറയുമ്പോ ഇങ്ങനെ ഞെട്ടിയിരിക്കുക. ഇതൊക്കെ ചെറുതാ, വലുത് വരാൻ പോകും. മനസ്സിലാകുന്നില്ല?
ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പലതും, അനുഭവിക്കാൻ പോകുന്ന പലതും ചെറുതാണ്. വലുത് വരാൻ പോവുക. ഉറപ്പ് തരാം, നിന്റെ സ്ഥിതി മാറിയിരിക്കും. നിന്റെ തലമുറ നിമിത്തം നിനക്കൊരു ഉയർച്ച ദൈവം കൽപ്പിച്ചിരിക്കും. നീ പ്രാർത്ഥിക്കുന്നവളായതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. യൂത്ത് സർവീസ് നല്ലൊരു മെസ്സേജ് ആകട്ടെ. കഷ്ടകാലത്ത് കൈവിടാത്തൊരു ദൈവം. കഷ്ടകാലത്ത് എല്ലാവരും വന്നിട്ട് അയ്യോ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു പോകും. പക്ഷെ കൈവിടാത്തൊരു കർത്താവുണ്ട്. ഞാനത് പറയാം. കാറ്റിനാൽ തുടങ്ങിയത് പറഞ്ഞേ. നല്ല ബലത്ത് പറഞ്ഞു. കാറ്റിനാൽ തുടങ്ങിയത് കാറ്റിനാൽ അവസാനിക്കും. ഇന്നത്തെ ദൂത കാറ്റിനാൽ തുടങ്ങിയത് ഇല്ലേ? വേറെ ഉറക്കെ പറഞ്ഞേ. കാറ്റിനാൽ തുടങ്ങിയത് കാറ്റിനാൽ അവസാനിക്കും. ഇന്നത്തെ പ്രസംഗം അതാണ്. വായിക്കാൻ നമുക്ക് വേഗത്തിൽ 48-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം. 48-ാം സങ്കീർത്തനത്തിന്റെ 7-ാം വാക്യം. കിഴക്കൻ കാറ്റുകൊണ്ട്. ഇന്ന് പകൽ ഈ കാറ്റിന്റെ ഉടമസ്ഥനെ ഞാനത് പരിചയപ്പെടുത്താൻ പോവുക. ഈ കിഴക്കൻ കാറ്റ് ആരാ? ഈ കിഴക്കൻ കാറ്റ് ആരുടേതാണ്? എന്തെല്ലാം കാറ്റുകൾ ബൈബിളിലുണ്ട്? പ്രസംഗിക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ട് അല്ലേ? അറിയാവുന്ന ഉറക്കെ ഓരോന്നോരെന്ന് പറഞ്ഞു. തെക്കൻ കാറ്റ്, കിഴക്കൻ കാറ്റ്, കൊടുങ്കാറ്റ്, ഈശാനമൂലം കാറ്റ്, ചുഴലിക്കാറ്റ്, വടുതിക്കാറ്റ്, തെന്നിക്കാറ്റ്, പൊടിക്കാറ്റ്. ഈ കാറ്റൊക്കെ അനുഭവിച്ചവരതിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും നീ ഇരിക്കുക. കാറ്റ് പോയെന്നേ കേട്ടില്ല. നിനക്ക് ചുറ്റും അടിച്ച കാറ്റ് പലതും പോയി. ഇപ്പോഴും നിന്നെ ജീവനോട് നിർത്തിയിരിക്കുക. അതാ ദൈവത്തിന് വിശ്വസ്തത. പൊങ്ങി വന്ന കാറ്റ്, ചുറ്റിയടിച്ച കാറ്റ്, തകർത്ത് കളയാൻ വന്ന കാറ്റ്, കുടുംബത്തെ വിഴുങ്ങാൻ വന്ന കാറ്റ്, ചുറ്റി ചുറ്റി അടിച്ചത് പലതും ഇവിടെ വിട്ട് പോയപ്പോൾ ദൈവം നിന്നെ ജയത്തോടെ നിർത്തിയിരിക്കുക. അത് വിശ്വസിക്കുന്നവർ രണ്ട് കരമടിച്ചത് സ്തോത്രം ചെയ്താണ്. ഞാനിന്ന് പറയാൻ പോകുന്ന കാറ്റ് കിഴക്കൻ കാറ്റാണ്. അത് പറഞ്ഞിട്ട് കിഴക്കൻ. ഈ കിഴക്കൻ കാറ്റ് ആരുടേതാണ് നമുക്ക് നോക്കാം. പെട്ടെന്ന് നോക്കാം. ഹോശിയ പ്രവാചക പുസ്തകം 13:15. ഹോശിയ 13:15. അത് തന്നെ. അവൻ നമ്മുടെ സഹോദരന്മാരുടെ നടുവിൽ ബലപുഷ്ടിയുള്ളവനായിരുന്നാലും ഒരു കിഴക്കൻ കാറ്റ് വരും. ആ കാറ്റിന് ഉടമസ്ഥനാരാണ്? അടുത്ത വാക്യത്തിലുണ്ട്. അതിന്റെ ഉറവ് പറ്റി. ഈ കാറ്റിന്റെ പേരാണ് കിഴക്കൻ കാറ്റ്. ഈ കാറ്റ് ആരുടേതാണ്? യഹോവയുടെ കാറ്റാണ്. ഇത് ദൈവത്തിന്റെ കാറ്റാണ്. ഈ കാറ്റ് ചിലതിനെ ക്രമീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ശ്രദ്ധിച്ചിരുന്നോണം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൈസറെ അഭയം ചൊല്ലിയതുകൊണ്ട് 276 പേരടങ്ങുന്ന ഒരു ചെറിയ സംഘം ഒരു ബോട്ടിൽ യാത്ര ആരംഭിക്കുക. ഈ യാത്ര സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള യാത്രയല്ല, മിഷണറി യാത്രയല്ല. കഴിഞ്ഞ ആഴ്ച ചോദിച്ചാൽ ഒരാഴ്ച ഗോവയിലായിരുന്നു. അവിടെ പഴയ മിലിറ്ററി, പഴയ ആളുകളെല്ലാം കാണാനും ആ സ്ഥലമെല്ലാം ഒക്കെ ഓർക്കാൻ ഭാഗ്യം കിട്ടി. ഇതിലെന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു. ചില യാത്രകൾ വിനോദയാത്രകളാണ്. ചില യാത്രകൾ ഓർമ്മകൾ പുതുക്കുന്ന യാത്രയാണ്. ഇത് പൗലോസേ, ഇത് മിഷണറി യാത്രയല്ല. ശ്രദ്ധിച്ച്, ഇത് തടവുകാരെയും കൊണ്ട് പോലീസുകാർ പോകുന്ന ഒരു യാത്രയാണ്. അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 27-ാം അധ്യായം 28-ാം അധ്യായത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട് കാറ്റിനെ കുറിച്ച്. തെക്കൻ കാറ്റ് മന്ദമായി ഊതുകയാൽ താല്പര്യം സാധിച്ചു എന്ന് തോന്നി. ചിലത് താല്പര്യം സാധിച്ചു എന്ന് തോന്നും. ഒരു ആമീനും ഹല്ലേലൂയയും സ്തോത്രമൊക്കെ പറയാം. അത് കഴിയുമ്പോൾ എന്ത് വരുന്നുണ്ട്? ഈശാനമൂലം വരുന്നുണ്ട്. ചിലത് അനുകൂല സാഹചര്യമായിരിക്കാം, എന്നാൽ ചിലത് പ്രതികൂല സാഹചര്യമായി മാറും. പക്ഷേ കിഴക്കൻ കാറ്റിനെ വരുത്തുന്ന ഒരു ദൈവം ചിലതിനെ ശാന്തമാക്കാൻ പോവുകയാണ്. പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന യഹോവയുടെ കാറ്റടിച്ചു. അവൻ എന്ത് സംഭവിച്ചു? ചെങ്കടലിനെ രണ്ടായിട്ട് വിഭാഗിച്ചു. ദൈവത്തിന്റെ കാറ്റ് നിന്നെ മൂടത്തക്കവണ്ണം പൊങ്ങി നിൽക്കുന്ന തിരമാലകളെ ചെങ്കടലിനെ വിഭാഗിക്കുന്ന ഒരു ദൈവപ്രവൃത്തി ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് പകരം സംഭവിക്കുകയാണ്. നീ വരുന്നത് കണ്ട് നിന്റെ മുഖത്തക്കവണ്ണം ഇളകി കിടക്കുന്ന ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചൊരു കാറ്റ് ദൈവം അടിച്ചെങ്കിൽ ഈ പകൽ സഭയുടെ അകത്തിരിക്കുന്ന ചിലരോട് പറയുക, ചില കാറ്റ് ചിലതിനെ വിഭാഗിക്കാൻ പോവുകയാണ്.
ആ കിഴക്കൻ കാറ്റ് ദൈവത്തിന്റെ കാറ്റാണ്. ഇവിടെ പൗലോസ് യാത്ര ചെയ്യുമ്പോൾ 27 അധ്യായത്തിന് തുടക്കത്തിൽ 276 പേരടങ്ങുന്ന ഒരു സംഘം അവര് കപ്പലിൽ യാത്ര ചെയ്തു. മിഷണറി യാത്രയല്ല, പിന്നെ ജയിലിൽ കൊണ്ടിടുവാൻ വേണ്ടി തടവുകാരെ കൊണ്ട് പോകുന്ന ഒരു കൊച്ചു കപ്പലിൽ യാത്ര പുറപ്പെടുകയാണ്. ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങൾ ദൂതുപ്പം പറയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇറങ്ങി പുറപ്പെട്ടപ്പോൾ പല കാര്യങ്ങളും നിനക്ക് അനുകൂലമായിരുന്നു, സാഹചര്യങ്ങൾ പലതും അനുകൂലമായിട്ട് വന്നു. പക്ഷെ ഇപ്പോൾ അടിക്കുന്ന ചില കൊടുങ്കാറ്റുകൾ ദൈവം അതിനെ ശാന്തത വരുത്താൻ പോവുകയാണ്. സിസ്റ്റർ വിളിച്ചേട്ട, അടിച്ച പല കൊടുങ്കാറ്റുകളും തകർക്കാൻ തക്കവണ്ണം അടന്നു വന്നതാണെങ്കിലും ഒന്ന് കഴിഞ്ഞപ്പോൾ അടുത്തതായി, അത് കഴിയുമ്പോൾ അടുത്തതായിട്ട് ജീവിത പടകിനെ തകർക്കത്തക്കവണ്ണം കടന്നു വന്ന 3.5 വർഷമായി അടിക്കുന്ന ചില കാറ്റിന് ദൈവം ഇന്ന് പകൽ ശാന്തമാക്കാൻ പോവുകയാണ്. എന്നോട് കർത്താവ് പറയാൻ പറയുന്നത് ദൂത് ഞാൻ പറയാം, കാറ്റ് അടങ്ങൂ, കടല് ശാന്തമാകൂ എന്ന് കൽപ്പിച്ചവൻ, പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ഒരു കർത്താവ് നിന്റെ വിഷയത്തിന്മേൽ ഇടപെടാൻ വേണ്ടി പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കാൻ ഇല്ലെങ്കിലും പരിശുദ്ധത പറയുന്നു, 35 ദിവസത്തിനകം വീടിനകത്തൊരു ദൈവപ്രവൃത്തി കർത്താവ് വഹിക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾ, ഈ ദിവസങ്ങളിൽ സങ്കടപ്പെടുന്ന ചില വിഷയത്തിന് സ്വർഗം മറുപടി തരാൻ പോവുകയാണ്. ചുറ്റിയടിച്ച കാറ്റിന്, വീശിയടിച്ച കാറ്റിന്, തകർക്കാൻ അടിച്ച കാറ്റിന്, നിന്നെ ഇല്ലാതാക്കാൻ അടിച്ച കാറ്റിന് ദൈവം ശാന്തമാക്കുകയാണ്. ആർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പല കാറ്റുകളും പലരെയും വിഴുങ്ങത്തക്കവണ്ണം കടന്നു വന്ന് അവരെക്കാൾ പൊക്കമുള്ള ചുഴലിക്കാറ്റായി മാറി, പൊടിക്കാറ്റായി മാറിയെങ്കിലും ഇന്ന് പകൽ കിഴക്കൻ കാറ്റ് വന്ന് അതിനൊരു ശാന്തത വരുത്തും. ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. അവർ പോകുമ്പോൾ അടിച്ച 2 കാറ്റാണ്. ഒന്ന് തെക്കൻ കാറ്റ്. വാതർന്ന് പറഞ്ഞിട്ട് തെക്ക് നിന്ന് അടിച്ച കാറ്റ് നമുക്കറിയാം, അത് തകർക്കാനുള്ളതല്ല, അതൊരു ശാന്തതയ്ക്ക് വേണ്ടിയാണ്. 2025 തുടക്കം മുതൽ ശ്രദ്ധിച്ചു കേട്ടോ, ദൂത് പറയാം, പല വിഷയത്തിന്റെ മുമ്പിൽ നീ ഭാരപ്പെടുകയാണ്. ജീവിതത്തിൽ പോലും വെറുപ്പ് തോന്നി, മതി എന്ന് പറഞ്ഞ് മരിക്കാൻ മതി എന്ന് വരെ കൊതിച്ച സന്ദർഭങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇങ്ങനെയുള്ള ദൂതുകൾ ആരെ തലയിൽ തൊടുന്നില്ല. അവൻ മരിക്കാൻ പറഞ്ഞ വാക്കുകൾ എന്റെ കാതിൽ കർത്താവ് കേൾക്കുന്നു. മതി കർത്താവേ, മതി കർത്താവേ, മരിച്ച മതി എന്ന് പറഞ്ഞ ചെല്ലോട് പറയുക, നീ മരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആ കാറ്റിനെ ശാന്തമാക്കി നിന്നെ പുറത്തെടുക്കാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ജയമെടുക്കുക. അടിച്ച തെക്കൻ കാറ്റ് സ്വസ്ഥമായി സമാധാനമായി എന്ന് തോന്നിയെങ്കിൽ അതിനെ തുടർന്ന് വരാൻ പോകുന്ന കാറ്റ് ഈശാനമുള്ള കാറ്റ്. ഈശാനമുള്ള കാറ്റിനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് മക്കളെ. മൊബൈലൊക്കെ അല്ല, നിങ്ങൾ മൊബൈൽ ഇപ്പൊ നിങ്ങൾ എടുക്കണം, മൊബൈലെല്ലാം മാറ്റി സ്വിച്ച് ഓഫ് ചെയ്യുകയോ മാറ്റി വെക്കുകയും ചെയ്തു. കാരണം ബൈബിൾ പ്രസംഗം കേൾക്കാറുണ്ട്, മൊബൈൽ ഉപയോഗിക്കരുത് ആ സമയത്ത്. ഈ കൊടുങ്കാറ്റെന്ന് പറയുന്നത്, ഈ ഈശാനമുള്ള കാറ്റെന്ന് പറയുന്നത് മുമ്പേ അടിച്ച പോലല്ല. മുമ്പേ അടിച്ച കാറ്റ് തെക്കൻ കാറ്റ്, തെക്കിൽ നിന്ന് അടിച്ചതാ. അറിയാം അതിന്റെ വേഗത, അതിന്റെ ശക്തി അറിയാം. അത് വന്നങ്ങ് പോത്തേ ഉള്ളൂ. അപ്പൊ സമാധാനം തോന്നി. പക്ഷെ ഇപ്പൊ വരാൻ പോകുന്നത് ഈശാനമൂലന. നമ്മൾ പറയില്ലേ, ആ മഴ പെയ്താൽ കുളിർമ ഉണ്ടാകും, ആ മഴ പെയ്താൽ അത് ഭയങ്കരമായ വെള്ളപ്പൊക്കമായി മാറും. ആമേ വാവുകൊണ്ട് പറഞ്ഞ പോലെ നെഗറ്റീവ് വാക്കുകളെ ദൈവം തിരുത്തിക്കൊണ്ട് ഇന്ന് പകൽ പറയുകയാണ്, ഞാൻ അടിപ്പിക്കുന്ന ഒരു തെക്കൻ കാറ്റല്ല, ഞാൻ അടിപ്പിക്കുന്നത് ഈശാനമൂലനല്ല, ഞാൻ അടിപ്പിക്കുന്നത് ആമേൻ കിഴക്കൻ കാറ്റാണ്. കിഴക്കൻ കാറ്റിന്റെ പ്രത്യേകത, അത് കാളയെ കൊണ്ടുവരും, കാളയെ കൊണ്ടുവരും. പരിശുദ്ധമ്മ പറയുന്നു, കാളയെ കൊണ്ടുവരുന്ന കാറ്റടിക്കാൻ പോകുകയാണ്. സഭയ്ക്കകത്ത് കാളയെ കൊണ്ടുവരുന്ന, കൈനീട്ടി പിടിക്കത്തക്കവണ്ണം കാളയെ കൊണ്ടുവരുന്ന കാറ്റ് ദൈവസഭയ്ക്കകത്ത് അടുപ്പിക്കാൻ പോകുകയാണ്. എന്താ നിനക്ക് വേണ്ടത്? മാംസമാണ് വേണ്ടത്. നിനക്ക് ഭക്ഷിക്കാൻ എന്താണ് വേണ്ടത്? അത് തരാൻ ദൈവം വിശ്വസ്തനാണ്. നീ ഏതിന്റെ വിഷയത്തിലാണ് നീ പകൽ ഭാരപ്പെടുന്നത്? അത് തരാൻ ദൈവം വിശ്വസ്തനാണ്. എന്താ നിനക്ക് വേണ്ടത്? മാംസം വേണോ? മാംസം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മാംസം, കാടപ്പക്ഷിയെ കൊണ്ടുവന്ന്, ഒരു കാറ്റ് ഒരു കൂട്ടം കാടകളെ കൊണ്ടുവന്ന് അവർ പിടിക്കത്തക്കവണ്ണം തലയ്ക്ക് മീതെ നിന്നതുപോലെ കർത്താവ് പറയുന്നു, നിന്റെ തലയ്ക്ക് മീതെ വിടുതൽ നിൽപ്പുണ്ട്, നിന്റെ തലയ്ക്ക് മീതെ കാടപ്പക്ഷി നിൽപ്പുണ്ട്. നീ പിടിക്കത്തക്കവണ്ണം 3 മുഴ ഉയരത്തിൽ അതിന് പകലിവിടെ വെളിപ്പെട്ട് നിൽക്കുക. ചാടി പിടിച്ചോണം, കാടപ്പക്ഷിയെ ചാടി പിടിച്ചോണം. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ യാത്രയിൽ സംഭവിക്കുന്ന വിഷയമാണ് പൗലോസ് കണ്ടു. അപ്പോസ്തല പ്രവൃത്തി 27:37.
ഒന്ന് വായിച്ചോട്ടെ. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 27:37. കാണണം, വരാൻ പോകുന്ന വിഷയങ്ങളെ മുന്നമേ കാണണം. 27:37. ആ, കപ്പലിന്റെ ഭാരം കുറച്ചു. 27:37 ആണോ? വായിച്ചു, ഒന്നുകൂടെ വായിച്ചു. കപ്പലിൽ ഞങ്ങൾ ആകപ്പാടെ 276 ആളുണ്ടായിരുന്നു. അതെ. അവർ തിന്ന് തൃപ്തി വന്ന ശേഷം ധാന്യം കടലിൽ കളഞ്ഞ് കപ്പലിന്റെ ഭാരം. സോറി, 10-ാം വാക്യമാണ്, എനിക്ക് തെറ്റുപറ്റി. 10-ാം വാക്യം. പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ ജീവന് വരെ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചു. ഈ കാഴ്ച, ഈ ഒരു വെളിപ്പാട് വേണ്ടവർ എത്രവരുണ്ട്? വെറുതെ കൈ പോക്കരുത്. വരാൻ പോകുന്ന സംഭവങ്ങളെ കാണാനുള്ള ഒരു ദീർഘവീക്ഷണം അതിന്ന് പകൽ ഇതിനകത്ത് കൈമാറ്റം ചെയ്യാൻ പോവുകയാണ്. പൗലോസ് പറയുന്നു, അടുത്ത മണിക്കൂർ എന്താണ്? ഞാൻ സഞ്ചരിക്കുന്ന വണ്ടിക്ക് വരാൻ പോകുന്നത്, ഞാൻ സഞ്ചരിക്കുന്ന ബോട്ടിന്, ഞാൻ സഞ്ചരിക്കുന്ന വീടിന്, ഞാൻ പാർക്കുന്ന ഇടത്ത്, എന്റെ ബിസിനസ് മേഖലകളിൽ നാളെ എന്താ വരാൻ പോകുന്നത് ഞാൻ കണ്ടു. പൗലോസ് പറയും, ഞാൻ കണ്ടു. എന്താ കണ്ടത്? പ്രാണന് ക്ഷതമേൽക്കത്തക്കവണ്ണം, കഷ്ടനഷ്ടങ്ങൾ വരത്തക്കവണ്ണം ഒരു അനർത്ഥം വരാൻ പോകുന്നു എന്ന് ഞാൻ കണ്ടു. മുന്നമേ കാണുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വിളിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കാണത്തക്കവണ്ണമുള്ള ഒരു കാഴ്ച, നിന്റെ തലമുറയെ കുറിച്ച്, നിന്റെ വീടിനെ കുറിച്ച്, നിന്റെ സഭയെ കുറിച്ച്, നിന്റെ ദേശത്തെ കുറിച്ച് കാണുന്ന ഒരു വെളിപ്പാട്, അത് കൈമാറ്റം ഇന്ന് പകൽ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നു. അത് ലഭിച്ചവർ ഒന്നിച്ച് ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ കാണുന്നുണ്ടെന്നേ. തെക്കൻ കാറ്റ് ശാന്തമായിരുന്നു, പക്ഷേ ഈശാനമൂലൻ പ്രതികൂലമായിരുന്നു. പ്രാണൻ വരെ എടുക്കത്തക്കണം. അങ്ങനെയല്ലായിരുന്നു ഈ ദിവസങ്ങളിൽ സംഭവിച്ചത്? അങ്ങനെയല്ലായിരുന്നു നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചത്? പ്രാണൻ എടുക്കത്തക്കവണ്ണവന് കഷ്ടങ്ങളും നഷ്ടങ്ങളും. പൗലോസും കൂട്ടിന് ചരക്കെല്ലാം എടുത്ത് കപ്പലിൽ നിന്ന് വെളിയിൽ കളഞ്ഞു. ഭാരം കുറയ്ക്കാൻ, കപ്പലിന്റെ ഭാരം കുറയ്ക്കാൻ. ആ ഭാഗം ഒത്തിരി സമയം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്, പക്ഷെ ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. കാണുന്ന ഒരു ദീർഘവീക്ഷണം സഭയ്ക്കകത്തുണ്ടാകണം. 50 പേര് മാത്രം കൂടിയിരുന്ന്, 30 പേര് മാത്രം കൂടിയിരുന്ന് ആരാധിക്കുന്ന ഒരു സഭയല്ല. ആയിരങ്ങൾ തടിച്ചുകൂടുന്ന ഒരു സഭ ഉണ്ടാകുമെന്ന് നിങ്ങൾ ആത്മാവിൽ ആമീൻ പറഞ്ഞത് ഏറ്റെടുത്താട്ടെ. ആയിരങ്ങൾ സ്നാനത്തിലേക്ക് നയിക്കപ്പെടുന്ന, ഇടങ്കൈ വലങ്കൈ തിരിച്ചറിയാതെ പാപത്തിൽ ജീവിക്കുന്ന ആയിരങ്ങൾ വിശ്വാസത്തിലേക്ക് വരുമെന്ന് ഞാൻ കാണുന്നു. നിങ്ങൾ എന്നോടൊപ്പം ആമീൻ പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? സഭയുടെ അതിരുകൾ വിശാലമാകുമെന്ന് ഞാൻ കാണുന്നു. സഭയിൽ വീടില്ലാത്തവർക്ക് വീട് കിട്ടുമെന്ന് ഞാൻ കാണുന്നു. വിവാഹ പ്രായമായി നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവം അത്ഭുത വഴി തുറക്കുമെന്ന് ഞാൻ കാണുന്നു. തലമുറയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് തലമുറ ലഭിക്കുമെന്ന് ഞാൻ കാണുന്നു. ഈ വിശ്വാസത്തോടെ ഞാൻ പറയുക, നല്ലൊരു തുണയെ നിന്റെ തലമുറയ്ക്ക് കിട്ടുമെന്ന് ഞാൻ കാണുന്നു. നിന്റെ പേഴ്സിനകത്ത് പൈസ ഇല്ല, അതിനകത്ത് പണം കയറി വരുന്നത് ഞാൻ കാണുകയാണ്. നിന്റെ വീടിനകത്ത് സമ്പത്ത് കയറി വരുന്നത് ഞാൻ കാണുന്നു. നീ ആത്മാക്കളെ കൊണ്ടുവരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ഏറ്റെടുത്ത് പറയാം, കൈയടിച്ചോണ്ടിരുന്നോണം, കൈയടിച്ചോണ്ടിരുന്നോണം. കൂരിടർ കാഴ്ച പ്രാപിക്കുന്നത് ഞാൻ കാണുകയാണ്. ചെവിടർ കേൾക്കുന്നത് ഞാൻ കാണുകയാണ്. മരിച്ച മൃതശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നത് ഞാൻ കാണുകയാണ്. ഞാൻ കാണുന്നു. കർത്താവിന്റെ നടുവിലൂടെ നടക്കുന്ന ഞാൻ കാണുന്നു. ദേശത്ത് ഈ സഭയിലെ മുഴുവൻ കുടുംബങ്ങളും പച്ചപിടിച്ച് ഉയർച്ച പ്രാപിക്കാൻ ഞാൻ കാണുന്നു. ഞാൻ കാണുന്നു ഇതിനകത്ത് MBBS പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കാണുന്നു. ഇതിനകത്ത് എഞ്ചിനീയേഴ്സ് ആകുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കാണുന്നു. ഇതിനകത്ത് IAS-കാരെ ഞാൻ കാണുന്നു. ഇതിനകത്ത് IPS-കാരെ ഞാൻ കാണുന്നു. ഞാൻ വെറുതെ പറയുകയല്ല, ഞാൻ കാണുന്നു. ചിലരെ ഞാൻ കാണുന്നു. അഭിഷക്തന്മാർ ഇതിന്റെ നടുവിൽ ശുശ്രൂഷിക്കുന്നത് ഞാൻ കാണുന്നു. ഞാൻ കാണുന്നു കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്നത്. ആമി പറഞ്ഞാട്ട് ഞാൻ കാണുന്നു. നിങ്ങളെ വിളിച്ചു കൊണ്ടുപോയി പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുകയാണ്. നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിനക്കൊരു പ്രമോഷൻ കിട്ടുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. നിന്റെ കഷ്ടപ്പാടുകൾ മാറുന്നത് ഞാൻ കാണുകയാണ്. ആമീൻ പറഞ്ഞത് മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞത്. വിശ്വസിച്ചപ്പോൾ അനുഭവങ്ങൾ വിശ്വസിച്ചു. ഞാൻ ചിലത് കാണുകയാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു? എനിക്ക് കാണാം. ഇപ്പോ ഈ കാഴ്ച ചെറിയ കോളുമല്ല ഇതിനെ കാണുന്നത്. ഈ ഭക്ഷണമൊക്കെ കടലിൽ വലിച്ചെറിയുന്നു. കടൽ സാമാനങ്ങളെല്ലാം, ചരക്കുകളെല്ലാം കടലിൽ തള്ളിയിട്ട് അതല്ല ഞാൻ കാണുന്നത്. നിങ്ങളുടെ പ്രാണനൊന്നും ക്ഷതമേൽക്കാതെ ഈ കപ്പൽ തകരും, പക്ഷെ നമ്മൾ കടയ്ക്ക് കയറും. ഉറക്കെന്ന് പറഞ്ഞാട്ട് കപ്പൽ തകരും,
ഞങ്ങൾ കരയ്ക്ക് കയറും. ഒന്ന് ഉറക്കെ പറഞ്ഞാട്ട് ഞങ്ങൾ പലക കഷ്ണത്തെ പിടിച്ചാണെങ്കിലും രക്ഷപ്പെടും. പിടിച്ച് നോണം പറഞ്ഞ വാക്ക് പലരും പാലിക്കാതിരിക്കുക. പക്ഷെ നിനക്ക് രക്ഷപ്പെടാൻ ഒരു പലക കഷ്ണം വരാൻ പോവുക. പൗലോസ് പറഞ്ഞൊരു പലക കഷ്ണത്തെ പിടിച്ച് ഞാൻ രക്ഷപ്പെട്ടു. ഒരു പാട്ടിന്റെ അംശം മതിയെന്ന്, ഒരു വചനം മതിയെന്ന്, ഒരു പ്രവചന ദൂത് മതിയെന്ന് അതിൽ പിടിച്ചു നീ രക്ഷപ്പെടണം. എനിക്കിവിടെ നിന്നാണ് മണിക്കൂറുകൾ പ്രസംഗിക്കാനുള്ള നല്ലൊരു മൂഡിലാണ് നിൽക്കുന്നത്. ഇന്നലെ ഞാൻ പ്രസംഗം പ്രിപ്പയർഡായി രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജോള് പറഞ്ഞ ഒരു പ്രസംഗം കിട്ടുന്നില്ല. ഞാൻ ചുമ്മാ കിടന്ന സമയം പെട്ടെന്ന് ദൈവാത്മാവ് എന്റെ ഹൃദയത്തിൽ തന്നു. അടിച്ച കാറ്റ് തിരിച്ചൊരു കാറ്റടിച്ച് ഞാൻ ഉറപ്പിക്കാൻ പോവുക. അങ്ങനെ പടക് തീരത്തോട് അപ്പൊ തന്നെ പടക് തകർന്നു. 276 പേര്. പൗലോസ് എഴുന്നേറ്റ് പറഞ്ഞു, ഈ കപ്പലിലെ മുഴുവൻ ആളുകളെ കർത്താവ് എനിക്ക് തന്നിരിക്കുക. ഈ നെടുമ്പുറത്തുള്ള അമിജോലുള്ള മുഴുവൻ ആളുകളെ കർത്താവ് നമുക്ക് ഒരാമീൻ ഉറക്കെ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉറക്കെ ആമീൻ പറഞ്ഞോണം. അയ്യോ, നമുക്ക് തന്നിരിക്കുകയാണ്. അതിനുള്ള എല്ലാ വഴികളും കർത്താവ് തുറന്നിരിക്കുക. അതിലുള്ള ഒരു പ്രവാചകനാണ് ആരോൺ എന്ന് പറയും. നല്ല അഭിഷേകന ദൈവം അയച്ചപ്പോൾ വിളിക്കണം. ഇന്നലെ പ്രവചിച്ചു പറഞ്ഞു, പാസ്റ്ററെ, ദൈവത്തിന്റെ ഫേവർ നിങ്ങൾക്കുണ്ടാകാൻ പോവുക. ദൈവത്തിന്റെ ദയ നിങ്ങൾക്കുണ്ടായിരിക്കുക. 6 മാസം കൊണ്ട് ഭയങ്കര വ്യത്യാസം നിങ്ങൾക്കുണ്ടാകാൻ പോവുക. വിശ്വസിക്കുന്ന മാത്രം രാമ്യം പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ ഫേവർ ഉണ്ടായി കഴിഞ്ഞാൽ നിനക്ക് വേണ്ടി വഴികൾ ദൈവം തുറന്നിടും. ദൈവത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറന്നിടും. നീ ചെല്ലുന്നിടത്തൊക്കെ വിജയമാക്കി ദൈവം മാറ്റും. ഒരു കാറ്റ് തകർക്കാൻ വന്നെങ്കിൽ മറ്റൊരു കാറ്റ് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഇതൊരു എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു പ്രസംഗമാണെങ്കിലും ഞാൻ എടുക്കുന്നില്ല, സമയം ഒത്തിരി ഉണ്ട്. ഞാൻ പറഞ്ഞ ആ ടൈറ്റിൽ, പ്രസംഗത്തിന്റെ ടൈറ്റിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഒരു സന്ദേശമുണ്ട്. ഇയ്യോബിന്റെ 38:1. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 1. അതിനു മുമ്പായിട്ട് ഇയ്യോബിന്റെ പുസ്തകം ഒന്നെടുത്ത് എല്ലാവരും ബൈബിൾ തുറന്നാട്ട് 1-ാം അധ്യായത്തിലേക്ക് വന്നാട്ട്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വന്നാട്ട് ആദ്യം ഒരു കാറ്റടിച്ചു. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ ഒരു കാറ്റടിച്ചു, വീടിന്റെ മേൽ അടിച്ചു. ആ ഭാഗം ആമേ ദൈവത്തിന് സ്തോത്രം. ഒരു കാറ്റടിച്ചു, വീടിന്റെ മേൽ അതടിച്ചു. ഓക്കെ, 19-ാം വാക്യം 18-19 വായിച്ചു. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാമി പറഞ്ഞാട്ടെ, മക്കളെല്ലാവരും ചേർന്ന് രാമി പറഞ്ഞാട്ടെ. പെട്ടെന്ന് എവിടെ നിന്നൊരു കാറ്റ് വന്നു, മരുഭൂമിയിൽ നിന്ന് ഒരു കാറ്റ് വന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ, കണക്കുകൂട്ടലുകൾ ഭാവി സംബന്ധ വിഷയത്തിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എന്തെങ്കിലും നല്ലത് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വന്ന് വീടിന്റെ 4 മൂലയ്ക്കും അടിച്ചു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഓ യോബേ, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വീണു. ആ എല്ലാ കുഞ്ഞുങ്ങളും മരിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ ഈ കാറ്റൊരു കുടുംബത്തെ തകർത്തു കളഞ്ഞുവെങ്കിൽ, ഈ കാറ്റൊരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയെങ്കിൽ വേറൊരു കാറ്റ് വരുന്നു. 38-1 വാക്യം. ഇയ്യോബ് 38-1 പെട്ടെന്ന് വായിച്ചാൽ വേറൊരു കാറ്റ് വരുന്നു. ഒരു കാറ്റ് നിന്നെ തകർക്കാൻ അടിച്ചെങ്കിൽ, ഒരു കാറ്റ് നിന്റെ കുടുംബത്തിലെ തലമുറകളെ ഇല്ലാതാക്കാൻ അടിച്ചുവെങ്കിൽ, അവർ അതിനെ ടാർഗറ്റ് ചെയ്തെങ്കിൽ, 4 മൂലയിലും അടിച്ച കാറ്റ് സ്വപ്നങ്ങൾ തകരുന്ന കാറ്റാണെങ്കിലും മറ്റൊരു കാറ്റ് വരുന്നു. വായിക്കാം 38-1 വാക്യം. ചുഴലിക്കാറ്റിൽ നിന്ന് നോക്കുക. ഒരു കാറ്റ് നിന്നെ തകർക്കാൻ വന്നെങ്കിൽ, മോനെ വിശ്വസിക്കുക, ഒരു കാറ്റ് പ്രതീക്ഷകൾ ഇല്ലാതാക്കിയെങ്കിൽ, ഒരു കാറ്റ് സ്വപ്നങ്ങൾ തകർത്തു കളഞ്ഞെങ്കിൽ, മറ്റൊരു കാറ്റിൽ അവൻ ഇറങ്ങി വരാൻ പോവുകയാ. നിന്നെ പേടിപ്പിച്ച കാറ്റിനേക്കാൾ ശക്തിയിൽ ഒരു കാറ്റിന്റെ നടുവിൽ അവൻ ഇറങ്ങി വരാൻ പോവുകയാ. വിശ്വസിക്കുന്ന മാത്രം രാമി പറഞ്ഞാട്ടെ. യഹോവ ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്നു. ചുറ്റി അടിച്ച കാറ്റ് ഇയ്യോബിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിച്ചുവെങ്കിൽ, ദൈവം പറഞ്ഞ ഞാൻ ഇറങ്ങി വരാൻ പോകുക. എന്റെ ഭക്തനെ വിടുവിക്കുവാൻ, എന്റെ ഭക്തനെ മാനിക്കുവാൻ, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊടുക്കുവാൻ ചുഴലിക്കാറ്റിൽ ഇറങ്ങി വരുന്ന ദൈവം. ഒരു കാറ്റ് നിന്നെ തകർക്കാൻ അടിച്ചെങ്കിൽ, മറ്റൊരു കാറ്റ് നിന്നെ ജീവനോട് നിർത്താൻ അടിക്കാം. കണ്ണുറക്കുന്ന പോലെ എല്ലാ കണ്ടുകളും പടച്ചോട്ട്. വല്ലാത്ത കാറ്റ്, കൊടുങ്കാറ്റ്, ദൈവത്തിന്റെ കാറ്റ്, ഈശാനം, തെക്കൻ കാറ്റ്, പലതും എന്നെ തകർക്കാൻ വന്നെങ്കിൽ ഞാൻ ഇന്നും ജയത്തോടെ നിൽക്കുക. അത് ദൈവത്തിന്റെ ഫേവർ എന്റെ മേലുള്ളത് കൊണ്ട് തന്നെയാണ്. കർത്താവ് ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതിരുകൾ വിശാലമാക്കണം. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം, കർത്തൃസഭയെ കുറിച്ചുള്ള, ദൈവദാസന്മാരെ കുറിച്ചുള്ള, വേലയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കൊടുത്ത് ഈ ദേശത്ത് നിർത്തിയത് കൊണ്ട് സ്തോത്രം.
ഒരു ചെറിയ കാറ്റ് കടന്നു വന്നപ്പോൾ ഞങ്ങൾ ഭയപ്പെട്ടു. പക്ഷെ അങ്ങ് ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന് നഷ്ടപ്പെട്ടതിനെ മുഴുവനും തിരിച്ചു കൊടുക്കുന്ന വിശ്വസ്തതയ്ക്കായി നന്ദി പറയുകയായി കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ഒന്നിച്ച് രാമ്യം പറഞ്ഞിട്ട്